കടുവായെ കിടുവ പിടിച്ചു എന്ന ഒരു പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നുപെട്ടിരിക്കുന്നത്. പോ മോനെ വിജയ എന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി നടത്തിയ ഒരു സിനിമാ ഡയലോഗിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ആകെ കൂടെ അസ്വസ്ഥനായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നിഘണ്ടു തുറക്കാനായി തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിലെ പദങ്ങളൊക്കെ നന്നായി കേരളത്തിൻ്റെ സമൂഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ ചില കൽപ്പനകളും ഒക്കെ കേട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ പലപ്പോഴും തരിച്ചും സ്തംഭിച്ചും നിന്ന സന്ദർഭങ്ങളുണ്ട്. ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയും പറയാത്ത വിധത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ഒരു ചരിത്രം സൃഷ്ടിച്ച അടയാളപ്പെടുത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളെ വിളിക്കുന്നതിനായി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ ഇന്നും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സുകളിൽ നന്നായി പതിഞ്ഞു കിടപ്പുണ്ട്. നികൃഷ്ട ജീവി എന്ന ഒരു സഭാ മേലധ്യക്ഷനെ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള ഉന്നതനായിട്ടുള്ള ഒരു പാർലമെൻറ്റ് അംഗത്തെ അദ്ദേഹം പൊതു സദസ്സിൽ നിന്നുകൊണ്ട് പരനാറി എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഒരു കാലത്ത് ചേർന്ന് പ്രവർത്തിക്കുകയും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ മനം മടുത്ത് പുറത്തു പോവുക ആളിനെ കുലംകുത്തി എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിൽ ഉപയോഗിച്ച പദങ്ങളല്ല, മറിച്ച് ആയിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പൊതുവേദിയിൽ നിന്നുകൊണ്ട് വിളിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളാണ് ഇതെല്ലാം. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ശ്രീ രേവന്ത് റെഡ്ഡി അല്പം ഹാസ്യരൂപേണ ഒരു തമാശ കലർത്തി ഒരു സിനിമാ ഡയലോഗ് ഉദ്ധരിച്ചുകൊണ്ട് പോ മോനെ വിജയ എന്ന് ഒരു തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൻ്റെ പ്രതികാരമായി അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരമായി ശ്രീമാൻ പിണറായി വിജയൻ ഇപ്പോൾ ആ പദങ്ങൾ അന്വേഷിച്ച് ഏതാണ്ട് കണ്ടുപിടിച്ച ഘട്ടത്തിലായിരിക്കുന്നുവെന്നാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശത്തിൽ നിന്ന് കേരളത്തിലെ സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ചതായ തൽക്കാലം ഉപയോഗിച്ച വാക്യം ഡാഷ് മോനെ രേവന്ത മറുപടി ഉണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ മലയാളം അറിയാം, കേരളത്തിലെ മാത്രമല്ല മലയാള ഭാഷ അറിയാവുന്ന എല്ലാവർക്കും ഈ ഡാഷ് മോൻ എന്നൊക്കെ പറയുന്ന പ്രയോഗം അതെന്തിനെ ധ്വനിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബൗദ്ധികമായ അറിവും പരിജ്ഞാനവും പരിസരവും ഒക്കെ ഉള്ള ആളുകളാണ് കേരളത്തിലെ എല്ലാ മലയാളികളും. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഡാഷ് മോനെ എന്നുള്ളത് അദ്ദേഹം ആ ഡാഷ് അങ്ങ് പൂരിപ്പിച്ചാൽ ഒരു പക്ഷേ കേരളം ആകെ കൂടി ഞെട്ടിപ്പോകും എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും കേരളത്തിലെ ജനകോടികൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്ക് നിൽക്കുകയാണ്. അവരെല്ലാം 48 മണിക്കൂറിനകം കേരളത്തിലെ അടുത്ത 5 വർഷം ആരായിരിക്കണം സർക്കാർ നിയന്ത്രിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ പോവുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമായി നെട്ടോട്ടം ഓടുകയാണ്. അദ്ദേഹം മൂന്നാമതും മുഖ്യമന്ത്രിയായി കേരളത്തിൽ ഭരിക്കാനായിട്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗതികെട്ട അവസ്ഥയിലാണ്. കാരണം മൂന്നാമതായാലും നാലാമതായാലും ആകെ ഒരൊറ്റ നേതാവേ ഉള്ളൂ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അത് കേരളത്തിൽ മാത്രമല്ല, കാരണം ഇന്ത്യയിലൊക്കെ ഈ സാധനം എന്നേ അപ്രത്യക്ഷമായി. മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ളത് ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഉണ്ടായത് ഇപ്പോൾ എവിടെ പോയി എന്ന് ആർക്കും നിശ്ചയമില്ല. ദേശീയ പാർട്ടിയാണെങ്കിൽ ഇപ്പോൾ ആകെ നിൽക്കുന്നത് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് മാത്രമാണ്. ഇവിടെയും കൂടെ ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു പരുവമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനവും മറ്റ് സ്ഥാനങ്ങളുമൊക്കെ എവിടെ പോകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതിന് കേരളത്തിലെ ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. 48 മണിക്കൂറിനകം കഴിയുമ്പോൾ അവർ തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലേക്ക് പോയി വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഫലം എന്തായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം തന്നെ പരക്കെ ചർച്ചയുണ്ട്. ഏതായാലും CPM-ന് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അവിടുത്തെ നേതാക്കന്മാർക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സംബന്ധിച്ചുള്ള
വ്യക്തമായ സൂചനകൾ കിട്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ പല ഏജൻസികൾ നടത്തുകയിലൊക്കെ യാതൊരു കാരണവശാലും പിണറായി വിജയൻ ഇനിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയില്ല. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അവസാനത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പദവിയോടുകൂടെ ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ തട്ടകമായ ധർമ്മടത്തേക്ക് ക്ലിഫ് ഹൗസിൽ നിന്ന് യാത്രയാകാൻ വലിയ താമസമില്ല എന്നത് നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് അദ്ദേഹം ഇപ്പോൾ വികാരഭരിതനായി രേവന്ത് റെഡ്ഡിയെ എങ്ങനെ വിളിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ഏത് നിമിഷവും ഈ ഡാഷ് പൂരിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കേരളം വളരെയധികം ഉത്കണ്ഠയോടും ആശങ്കയോടും ലേശം ഭയത്തോടും ഞെട്ടലോടും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിൻ്റെ പദം കേൾക്കാനായി കാത്തിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണോ ആ പദം വരുന്നത്, അതിന് മുൻപ് വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടാം നിര, മൂന്നാം നിര, നാലാം നിര നേതാക്കന്മാരും അണികളുമൊക്കെ ഒരുപക്ഷെ അവരുടെ ക്യാപ്റ്റനും അവരുടെ സർവസ്വമായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് വരുന്ന ആ തേൻമൊഴികൾ കേൾക്കാൻ സാഗൂതം കാത്തിരിക്കുകയാണോ എന്ന് വിചാരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഏതായാലും ഇപ്പോൾ ഡാഷിൽ നിർത്തിയിരിക്കുകയാണ്. ആ ഡാഷ് ഏത് സമയവും പൂരിപ്പിക്കപ്പെടാം. അതെപ്പോൾ പൂരിപ്പിക്കുമെന്നുള്ള ഏതായാലും തൽക്കാലം ആ ഡാഷ് പൂരിപ്പിക്കാത്തതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അല്പം ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തിന് വിശ്വാസമില്ല. അത് വൈകാതെ അദ്ദേഹത്തിൻ്റെ ശൈലി അനുസരിച്ച് ശ്രീ പിണറായി വിജയൻ്റെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹം അത് പൂരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിലൂടെയൊക്കെ നടന്ന് ഇരട്ട ചങ്കൻ എന്നുള്ള പദവിയൊക്കെ വഹിച്ച ആളായതുകൊണ്ട് ഇതൊന്നും കേട്ട മൗനമായിരിക്കുന്ന ഒരു പ്രകൃതത്തിൻ്റെ ഉടമയല്ല ശ്രീമാൻ പിണറായി വിജയൻ. അതുകൊണ്ട് ഈ ഡാഷ് മോൻ എന്നുള്ള പദം അല്ലെങ്കിൽ ആ ഡാഷ് എങ്ങനെ പൂരിപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കേരളം ആകെ കൂടെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയും ഒക്കെ ഒരു സംസ്കാരത്തിൻ്റെയും സംസ്കൃതിയുടെയും ഒരു പരിഷ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ അടയാളമായിരിക്കുന്നതാണ് നല്ലത്. ഭാഷ കൊണ്ട് മറ്റുള്ളവരെ ഹീനമായി തരം താഴ്ത്തുന്ന രീതിയിൽ പെരുമാറുന്നത് പൊതു സമൂഹത്തിൽ പൊതുമണ്ഡലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊട്ടും യോജിച്ചതല്ല. അത് എന്തായാലും എല്ലാവരും മനസ്സിലാക്കണമെന്നുള്ള ഗുണപാഠം കൂടെ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം.